ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റു ടീമുകളെല്ലാം അടിപൊളി സൈനികൾ നടത്തി മുന്നിലോട്ട് പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാണാനുള്ളത് നിലയ്ക്കാത്ത റൂമറുകളുടെ അപാരമായ പ്രഭാവം മാത്രമാണ്. ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സന്തോഷിക്കണോ, എക്സൈറ്റഡ് ആവണോ, ആശങ്കപ്പെടണോ എന്നൊന്നും അറിയത്തില്ല. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയൊരു ഇൻവെസ്റ്റർ വരുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ലു ഗ്രൂപ്പ് വരുന്നു, IBS ഗ്രൂപ്പ് വരുന്നു, അങ്ങനെ നിരവധി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ബംഗാളി ജേർണലിസ്റ്റായിട്ടുള്ള സായൻ മുഖർജി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. സായൻ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാഗ്നത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ കംപ്ലീറ്റ്ലി ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ഒരു ഫോറിൻ എൻറ്റിറ്റി ആയിരിക്കും. കഴിഞ്ഞ കുറേ കാലമായിട്ട് മാഗ്നം കൺസോഷ്യം ഒരു കറവ പശുവിനെ പോലെ ഊറ്റിപ്പിഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ അവർ പൂർണ്ണമായിട്ടും മറ്റൊരു കൺസോഷ്യത്തിന് വിൽക്കാൻ പോവുകയാണ്. ആ കൺസോഷ്യം വരുന്നത് പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പുറത്തു നിന്നാണ് എന്നാണ് സായൻ മുഖർജി പറയുന്നത്. വളരെ പൊട്ടൻഷ്യലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ നെഗോസിയേഷൻ ആൻഡ് ടോക്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സായൻ പറയുന്നത്. അപ്പം സായൻ്റെ വാക്കുകളെ വിശ്വസിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയൊരു ഓണേഴ്സ് വരികയാണ്. ഈ ഓണേഴ്സ് വിദേശത്തു നിന്നുള്ളവരാണ്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വിദേശ ഫണ്ടിങ് നേരത്തെയും വരാൻ തയ്യാറായിരുന്നുവെങ്കിൽ പോലും ചില ആളുകളുടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റും ലാഭക്കുതിയൊക്കെ മൂലം അത് നടക്കാതെ പോവുകയാണ്. ഏതായാലും മാഗ്നത്തിനെ ആരാധകർ കംപ്ലീറ്റ്ലി വെറുത്ത് കഴിഞ്ഞു. ഇനി അവരുടെ കയ്യിലിരുന്നാൽ ആരാധകരുടെ പ്രതിഷേധമാണോ പൊട്ടി ഒഴുകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ മാഗ്നം കംപ്ലീറ്റായിട്ടും ക്ലബ്ബ് വിൽക്കാൻ പോവുകയാണ്. നല്ല ഒരു ക്യാഷ് അവന്മാർ ഈ കച്ചവടത്തിൽ കൂടെ ഉണ്ടാക്കും. എന്നിരുന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ കംപ്ലീറ്റ്ലി ഒരു വിദേശ കൺസോർഷ്യം ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ഒരുപക്ഷെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഒരു ബ്രാൻഡിൻ്റെ കപ്പാസിറ്റി അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പൈസ ഇറക്കും. ബ്ലാസ്റ്റേഴ്സ് ഉദിച്ചു വരും. ഇതുവരെ ദാരിദ്ര്യത്തിൻ്റെ കണക്കുകളും അപമാനത്തിൻ്റെ കഥകളും മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പറയാനുണ്ടെങ്കിൽ സായൻ മുഖർജി പറഞ്ഞ പോലെ ഈ ഒരു ഫോറിൻ എൻറ്റിറ്റി വരികയാണെങ്കിൽ അവർ പ്രോപ്പറായിട്ട് ഇതിനെ മനസ്സിലാക്കി ക്യാഷ് ഇറക്കി പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നാളുകളായി നമ്മൾ അനുഭവിച്ച അപമാനത്തിനെല്ലാം പകരം വീട്ടാനുള്ള അവസരം കൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ലഭിക്കും.